Question number 1. X plus in the form a plus ib. First one, 5i into minus 3 by 5i. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെ കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് എ പ്ലസ് ഐ ബി ഫോമിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ റിയൽ പാർട്ടും വേണം ഇമാജിനറി പാർട്ടും ആയിട്ട് വേണം നമുക്ക് എഴുതാൻ. ഹിയർ z is equal to 5i into minus 3 by 5i. That's equal to 5 into minus 3 by 5 into I square. That is 5 into minus 3 by 5 into I square. I square ന്റെ വാല്യൂ നമുക്കറിയാം -1 ആണ്. Then 5 cancel ആയി പോകുന്നു. minus 3 into I square is -1. That's equal to minus 3 into -1 that is 3 plus 0i. അപ്പോൾ നമുക്ക് കിട്ടിയേക്കണ 3 ആണ്. 3 plus 0i. കാരണം എ പ്ലസ് ഐ ബി ഫോമിലാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിയൽ പാർട്ട് 3യും ഇമാജിനറി പാർട്ട് എന്താണ് 0i ആയിട്ടാണ് കിട്ടിയേക്കണത്. ദാറ്റ് ഈസ് 3 plus 0i. That is z is equal to 5i into minus 3 by 5i. That's equal to 5 into minus 3 by 5 into I square. I square ന്റെ വാല്യൂ -1 ആണെന്ന് അറിയാം. -3 into -1 that's equal to 3 plus 0i. Second question. I raised to 9 plus I raised to 19. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ഏത് രീതിയിലേക്കാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്? എ പ്ലസ് ഐ ബി ഫോമിലേക്കാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. അപ്പം I raised to 9ഉം I raised to 19ഉം ആണ്. അങ്ങനെയുള്ള പവേഴ്സ് വരുമ്പം നമുക്ക് അറിയാവുന്ന പവറിലേക്ക് ദാറ്റ് ഈസ് ഐ സ്ക്വയറിന്റെ വാല്യൂ ഒക്കെ നമുക്ക് അറിയാവുന്നതല്ലേ. അപ്പോൾ ഐ സ്ക്വയറിന്റെ വാല്യൂയിലേക്ക് ദാറ്റ് മീൻസ് അതിന്റെ പവേഴ്സ് ആയിട്ട് ഇതിനെ റിട്ടേൺ ചെയ്യുക, അതിനുശേഷം എഴുതി പോവുക. ഹിയർ z is equal to I raised to 9 plus I raised to 19. I raised to 9നെ നമുക്ക് I square all raised to 4 into I എന്ന് എഴുതാം. That is I square all raised to 4 is I raised to 8. I raised to 8 into I that is I raised to 9 plus I raised to 19നെ നമുക്ക് എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ ചേഞ്ച് ചെയ്ത് എഴുതണം. That is I square all raised to 9 into I. That is I square raised to 9 എന്ന് പറയുമ്പോൾ I raised to 18 വരും. I raised to 18 into I raised to 1 is I raised to 19. Then we know that I square is equal to -1. -1 all raised to 4 into I plus I square is -1. -1 all raised to 9 into I. -1ന്റെ പവർ ആയിട്ട് ഈവൻ നമ്പർ ആണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് +1 വരും. അപ്പോൾ 1 into I plus -1 raised to 9 that is -1 -1 into I. That's equal to I. 1 into I is I plus minus I. That's equal to 0. I plus minus I ആണ് കിട്ടിയേക്കണേ. അപ്പോൾ വാല്യൂ എന്താണ്? 0 ആണ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനെ എ പ്ലസ് ഐ ബി ഫോമിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 0 plus I0. ദാറ്റ് ഈസ് z is equal to I raised to 9 plus I raised to 19. അപ്പോൾ നമ്മളിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് 9 എന്ന് പറയുന്ന I raised to 9 എന്നുള്ളതിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? I square എന്ന് പറയുന്ന വാല്യൂ നമുക്ക് അറിയാവുന്നതായതുകൊണ്ട് തന്നെ I square all raised to 4 into I ലേക്ക് മാറ്റി. ദാറ്റ് ഈസ് I raised to 8 into I എന്ന് പറയുന്നത് I raised to 9 ആണ്. ദെൻ I raised to 19നെ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്തു. I square all raised to 9 I. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പവറുകൾ നോക്കുക. ഐയും -iയും ആണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 0 plus I0. തേർഡ് ക്വസ്റ്റ്യൻ I raised to -39. അപ്പം നമുക്ക് തന്നിരിക്കുന്ന I raised to -39 ആണ്. അപ്പം I raised to -39 നമുക്ക് എങ്ങനെ എഴുതാം? 1 by I raised to 39 എന്ന് എഴുതാം അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എ പ്ലസ് ഐ ബി ഫോമിലേക്കാണ് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും മാറ്റി സെപ്പറേറ്റ് ചെയ്ത് എഴുതണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. ഹിയർ z is equal to I raised to -39. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. I raised to 39 നമുക്ക് എങ്ങനെ എഴുതാം? 1 by I raised to 39 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 1 by I raised to 39 എഴുതിയതിന് ശേഷം നമ്മൾ ആലോചിക്കുക എന്താണ്, ഏത് പവറൊക്കെയാണ് നമുക്ക് അറിയാവുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിച്ചേക്കണത് എന്താ? I square എന്ന് പറയുന്നത് -1 ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പം I squareന്റെ പവറിലേക്ക് എന്ത് ചെയ്യണം? ഈ ഒരു നമ്പറിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിനെ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും I വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് I divided by I raised to 39 into I that is I raised to 40 എന്ന് കിട്ടും. That's equal to I raised to 14നെ നമുക്ക് I സ്ക്വയറിന്റെ പവറിലേക്ക് ചേഞ്ച് ചെയ്ത് എഴുതാൻ പാടില്ലേ? ദാറ്റ് ഈസ് I divided by I square all raised to 20. ദാറ്റ് ഈസ് I സ്ക്വയറിന്റെ വാല്യൂ എന്താ? -1 ആണ്. അപ്പോൾ I divided by -1 all raised to 20. -1 raised to ഈവൻ നമ്പർ ആണ് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് അഗെയിൻ എന്ത് വരും? -1 raised to 20 എന്ന് പറയുന്നത് 1 ആണ്. That's equal to I divided by 1.
ഹിയർ നമുക്ക് കിട്ടിയേക്കുന്ന ആൻസർ എന്താണ്? ഐ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇമാജിനറി പാർട്ട് ഉണ്ട്, റിയൽ പാർട്ട് എന്താണ്? 0 ആണല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 0 പ്ലസ് ഐ എന്ന് എഴുതാം. റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ആയിട്ട് എഴുതി. ദാറ്റ് ഈസ് 0 പ്ലസ് ഐ, ദാറ്റ് ഈസ് എ പ്ലസ് ഐ ബി ഫോമാറ്റിലാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 0 പ്ലസ് ഐ എന്നുള്ള രീതിയിലേക്ക് എഴുതിയേക്കുന്നത്. ദാറ്റ് ഈസ് ഇസഡ് ഇസ് ഈക്വൽ ടു ഐ റേസ് ടു മൈനസ് 39, ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ ഐ റേസ് ടു 39, ദെൻ ഐ ഡിവൈഡഡ് ബൈ ഐ റേസ് ടു 40. എന്താ ചെയ്തത്? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരുപോലെ ഒരു ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. അതിനുശേഷം ഐ റേസ് ടു 40നെ നമ്മൾ എന്ത് ചെയ്തു? ഐ സ്ക്വയറിന്റെ പവറിലേക്ക് മാറ്റി. ഐ സ്ക്വയറിന്റെ വാല്യൂ -1 ആണെന്ന് അറിയാം. ദാറ്റ് ഈസ് ഐ ഡിവൈഡഡ് ബൈ -1 റേസ് ടു 20. -1 റേസ് ടു 20 ഈസ് 1 വരും. അപ്പം ഐ ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുന്നത് എന്താണ്? ഐ ആണെന്ന് അറിയാം. ദാറ്റ് ഈസ് എ പ്ലസ് ഐ ബി ഫോമിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ 0 പ്ലസ് ഐ എന്ന ആൻസർ കിട്ടി. ഫോർത്ത് ക്വസ്റ്റ്യൻ, 3 into 7 plus I7 plus I into 7 plus I7. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ക്വസ്റ്റിനെ നമുക്ക് ഏത് രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്? എ പ്ലസ് ഐ ബിയുടെ ഫോമിലാണ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഇസഡ് ഇസ് ഈക്വൽ ടു 3 into 7 plus I7 plus I into 7 plus I7. That's equal to 3 into 7, that is 21 plus I21. Plus I into 7, 7I plus I into I, that is I square into 7. Then I square അറിയാലോ, -1 ആണ് വാല്യൂ എന്ന് അറിയാം. 21 plus I21 plus I7, that is I square വാല്യൂ -1 ആണ്, that is -1 into 7, that is -7 കിട്ടും. That's equal to റിയൽ പാർട്ടുകൾ തന്നെ ഏതൊക്കെയാണ്? 21ഉം 7ഉം ആണല്ലേ. 21 minus 7 പ്ലസ് ഐ ഇൻറ്റു ഇവിടെ ഏതൊക്കെയാണ് വാല്യൂസ് തന്നെ? 21ഉം 7ഉം, ദാറ്റ് ഈസ് 21 plus 7, ദാറ്റ്സ് ഈക്വൽ ടു 28 കിട്ടും അല്ലേ. അപ്പോൾ 21 minus 7 plus I 28, ദാറ്റ് ഈസ് 14 plus I 28. നമുക്ക് തന്നിരിക്കുന്ന കോമ്പസ് നമ്പറിനെ നമ്മൾ എങ്ങനെ ചേഞ്ച് ചെയ്ത് എഴുതി? 14 plus I 28 ആയിട്ട് എഴുതി. അപ്പോൾ എ പ്ലസ് ഐ ബി ഫോമിലാണ്. റിയൽ പാർട്ടും കിട്ടി, ഇമാജിനറി പാർട്ടും കിട്ടി. ദാറ്റ് ഈസ് 3 വെച്ച് നമ്മൾ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുകയാണ്. 21 plus 21 I പ്ലസ് അതുപോലെ തന്നെ ഐ വെച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ 7I plus 7I square. ഇവിടെയൊക്കെ നോട്ട് ചെയ്യേണ്ട കാര്യം, ഐ സ്ക്വയർ വരുമ്പോൾ വാല്യൂ എന്താണ്? -1 കൊടുക്കണം അല്ലേ. ഐ വരുന്ന വാല്യൂസ് എന്ത് ചെയ്യാം? നമുക്ക് ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് 28I കിട്ടും. ദെൻ അഗെയിൻ 21ഉം -7ഉം നമുക്ക് ആഡ് ചെയ്യാം. 14 കിട്ടും. 14 plus 28I എന്നുള്ളതാണ് ആൻസർ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, 1 minus I minus of -1 plus I6. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനെ എ പ്ലസ് ഐ ബിയിലേക്ക് ചേഞ്ച് ചെയ്യണം. ഹിയർ ഇസഡ് ഇസ് ഈക്വൽ ടു 1 minus I minus of -1 plus I6. That's equal to 1 minus I minus of -1, that is +1 minus I6. നമുക്ക് റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ഇമാജിനറി പാർട്ടുകൾ തമ്മിലും ആഡ് ചെയ്യാം. അപ്പോൾ 1 plus 1, that is 2 വരും. minus I6, that is -7I. ഇപ്പോൾ ആൻസർ കിട്ടിയേക്കണേ 2 minus 7I എന്നുള്ളതാണ് ആൻസർ. റിയൽ പാർട്ട് 2 ആണ്, ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് -7 ആണ്. ദാറ്റ് ഈസ് ഇസഡ് ഇസ് ഈക്വൽ ടു 2 minus 7I. Question number 6, express in the form a plus ib, that is 1/5 plus I 2/5 minus of 4 plus I 5/2. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനെ എ പ്ലസ് ഐ ബി ഫോമിലേക്ക് എഴുതണം. ഇസഡ് ഇസ് ഈക്വൽ ടു 1/5 പ്ലസ് I 2/5 മൈനസ് 4 പ്ലസ് I 5/2. ദെൻ നമുക്കിതിനെ റിയൽ നമ്പേഴ്സ് റിയൽ പാർട്ട് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ഇമാജിനറി പാർട്ടുകളും തമ്മിൽ ആഡ് ചെയ്യാം. 1/5 പ്ലസ് I 2/5, ദെൻ -4 മൈനസ് I 5/2. റിയൽ പാർട്ടുകൾ വന്നത് 1/5ഉം -4ഉം ആണല്ലേ. അപ്പോൾ 1/5 മൈനസ് 4 പ്ലസ് I ഇൻറ്റു 2/5 minus 5/2. That's equal to, ക്രോസ് ചെയ്യുമ്പം 1 minus 20/5 plus I into 4 minus 25/10. That's equal to 1 minus 20, that is minus 19/5 plus I into 4 minus 25, that is minus 21/10.
അപ്പോൾ എ പ്ലസ് ഐ ബി ഫോമിലേക്കായി. ദാറ്റ് ഈസ് എയുടെ വാല്യൂ മൈനസ് 19/5 ബിയുടെ വാല്യൂ എന്താണ് മൈനസ് 21/10 ആണ് കിട്ടിയേക്കണേ. ദാറ്റ് ഈസ് മൈനസ് 19/5 മൈനസ് ഐ 21/10. ദാറ്റ് ഈസ് ഇസഡ് തന്നിരിക്കുന്ന ക്വസ്റ്റിന് ഇസഡ് ഇസ് ഈക്വൽ ടു 1/5 പ്ലസ് ഐ 2/5 മൈനസ് 4 പ്ലസ് ഐ 5/2. ദെൻ റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്തു. ഇവിടെ 1/5 ഇവിടെ -4 ആണ്. അതിന് ആഡ് ചെയ്യാം നമുക്ക്. അതുപോലെ തന്നെ പ്ലസ് ഐ ഇൻറ്റു ഏതൊക്കെയാണ് ഗ്രൂപ്പ് ചെയ്തേക്കണേ 2/5 അതുപോലെ തന്നെ -5/2. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് മൈനസ് 19/5 മൈനസ് ഐ ഇൻറ്റു 21/10. ക്വസ്റ്റ്യൻ നമ്പർ 7. 1/3 പ്ലസ് ഐ 7/3 പ്ലസ് 4 പ്ലസ് ഐ 1/3 മൈനസ് -4/3 പ്ലസ് ഐ. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റിന് നമുക്ക് എ പ്ലസ് ഐ ബി ഫോമിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഹിയർ ഇസഡ് ഇസ് ഈക്വൽ ടു 1/3 പ്ലസ് ഐ 7/3 പ്ലസ് 4 പ്ലസ് ഐ 1/3 മൈനസ് -4/3 പ്ലസ് ഐ. ദെൻ നമുക്ക് ഈ കോംപ്ലക്സ് നമ്പറിനെ തമ്മിൽ ആഡ് ചെയ്യാം അല്ലേ, റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്താൽ മതി, -4/3 പ്ലസ് ഐ അതിനോടുകൂടി ആഡ് ചെയ്താൽ മതി. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ റിയൽ പാർട്ട് 1/3 വരും, 1/3 പ്ലസ് 4 ദെൻ പ്ലസ് ഐ ഇൻറ്റു 7/3 പ്ലസ് 1/3 then minus of 4/3 plus I. That's equal to cross multiply ചെയ്യാം. cross multiply ചെയ്യുമ്പോൾ 1 plus 12/3 plus I into denominator same ആണ്, numerator ആഡ് ചെയ്യുമ്പോൾ 8/3 minus 4/3 plus I. That's equal to 13/3 plus I 8/3 minus 4/3 plus I. Then 13/3 plus I 8/3 minus 4/3 plus I. അപ്പോൾ ഇതിന് ശേഷം എന്ത് ചെയ്യണം, റിയൽ പാർട്ടുകൾ തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ റിയൽ പാർട്ട് വരുമ്പോൾ 13/3 -4/3 ഇവിടെ മൈനസ് ഉണ്ട്, അത് നോട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇമാജിനറി പാർട്ടുകളും തമ്മിൽ ആഡ് ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു 13/3 minus of minus, that is plus 4/3 plus I into 8/3 minus 1. That is I into 8/3 minus 1. That's equal to add ചെയ്യുമ്പം 17/3. Denominator same ആണ്, so numerator add ചെയ്യുമ്പം 17/3 കിട്ടും. 17/3 plus I into 8 minus 3/3. That is 17/3 plus I into 5/3. That is 17/3 plus I into 5/3. റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കിട്ടി. റിയൽ പാർട്ട് വരുന്നത് 17/3 ആണ്, ഇമാജിനറി പാർട്ട് വരുന്നത് 5/3 ആണ്. ദാറ്റ് ഈസ് ഇസഡ് ഇസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ എടുത്ത് എഴുതി. അതിനുശേഷം ഈ ബ്രാക്കറ്റിലുള്ള ടേമുകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു, റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും തമ്മിൽ ആഡ് ചെയ്തു. റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്തു, അതുപോലെ തന്നെ ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്തു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം ഈ സ്റ്റെപ്പിൽ. അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമുക്കത് ഒരു എ പ്ലസ് ഐ ബി ഫോമിൽ കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യണം, നമുക്ക് തന്നിരിക്കുന്ന അടുത്ത ടേം അതും കൂടെ ആഡ് ചെയ്യുക. ആ ഒരു കോംപ്ലക്സ് നമ്പറും കൂടെ ഇപ്പോൾ കിട്ടിയേക്കണ കോംപ്ലക്സ് നമ്പറിനോട് കൂടി ആഡ് ചെയ്യാം. അപ്പം 13/3 പ്ലസ് ഐ 8/3 മൈനസ് 4/3 പ്ലസ് ഐ ആണ്. അപ്പോൾ ആഡ് ചെയ്യുമ്പോഴത്തേനും 13/3 പ്ലസ് മൈനസ് ഓഫ് മൈനസ്, ദാറ്റ് ഇസ് പ്ലസ് 4/3 പ്ലസ് ഐ ഇൻറ്റു 8/3. ഐയുടെ ടൈം കമ്പൈൻ ചെയ്യുമ്പോൾ ഐ ഇൻറ്റു 8/3, ദാറ്റ് ഈസ് ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ വരുമ്പോഴത്തേനും -1 വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, വി ഗെറ്റ് 17/3 പ്ലസ് ഐ ഇൻറ്റു 5/3. ക്വസ്റ്റ്യൻ നമ്പർ 8. 1 minus I all raised to 4. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റിനെ നമുക്ക് എ പ്ലസ് ഐ ബി എന്നുള്ള ഫോമിലേക്കാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഹിയർ ഇസഡ് ഇസ് ഈക്വൽ ടു 1 minus I all raised to 4. അപ്പോൾ നമുക്ക് 1 minus I all raised to 4 ആണല്ലോ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഈ all raised to 4നെ നമുക്ക് 1 minus I square all raised to 2 എന്ന് എഴുതാലോ. ദാറ്റ് ഈസ് 1 minus I all square raised to 2. അപ്പം എന്ത് തന്നെയാണ്, 1 minus I raised to 4 തന്നെയാണ്.
ഇനി 1 മൈനസ് ഐ ഓൾ സ്ക്വയർ ദാറ്റ് ഈസ് എ മൈനസ് ബി ദി ഓൾ സ്ക്വയർ ഫോർമാറ്റിലല്ലേ കിടക്കുന്നത്. ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുവാണെങ്കിൽ 1 സ്ക്വയർ മൈനസ് 2i പ്ലസ് ഐ സ്ക്വയർ all raised to 2. That is 1 square is 1. 1 minus 2i. I square value എന്താണ്? minus 1 ആണല്ലേ. minus 1 all square. That is 1 minus 1 cancel ആയിരുന്നു. minus 2i the all square. minus 2 square എന്ത് വരും? 4 വരും. That is 4i square. I square value minus 1 ആണ്. That is 4 into minus 1 that's equal to minus 4. അപ്പോൾ നമുക്ക് റിയൽ പാർട്ട് മാത്രമുണ്ട്, ഇമാജിനറി പാർട്ട് എന്താണ് അവിടെ ഇല്ല അല്ലേ. 0i എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് മൈനസ് 4 പ്ലസ് 0i എന്നുള്ളതാണ് ഈ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിന്റെ a പ്ലസ് ഐ ബി ഫോമിലുള്ള എക്സ്പ്രഷൻ. ദാറ്റ് ഈസ് മൈനസ് 4 പ്ലസ് 0i. ദാറ്റ് ഈസ് z is equal to 1 മൈനസ് ഐ ഓൾ റേസ് ടു 4 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ ആ ക്വസ്റ്റ്യനെ നമ്മൾ എങ്ങനെ ചേഞ്ച് ചെയ്തത്? 1 മൈനസ് ഐ ഓൾ റേസ് ടു 2 ഓൾ റേസ് ടു 2 പവർ കൊടുത്തു. ദാറ്റ് ഈസ് 2 into 2 4 തന്നെയാണ്. എ മൈനസ് ബി ദി ഓൾ സ്ക്വയർ 1 മൈനസ് ഐ ദി ഓൾ സ്ക്വയർ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എ മൈനസ് ബി ദി ഓൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്തു, റീഅറേഞ്ച് ചെയ്തു. ഐയുടെ വാല്യൂ ഐ സ്ക്വയർ എന്ന് പറയുന്നത് minus 1 ആണ്. അറേഞ്ച് ചെയ്ത് എഴുതി. ദാറ്റ് ഈസ് minus 4 കിട്ടി. എ പ്ലസ് ഐ ബി ഫോമിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. സോ minus 4 പ്ലസ് 0i എന്നുള്ളതാണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 9. 1/3 പ്ലസ് 3i ഓൾ റേസ് ടു 3. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് 1/3 പ്ലസ് 3i ഓൾ ക്യൂബ് ആണ് തന്നിരിക്കുന്നത്. അപ്പം അതിന് നമുക്ക് എ പ്ലസ് ഐ ബി ഫോമിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. അപ്പം ഐഡന്റിറ്റി ഏതാണ് യൂസ് ചെയ്യേണ്ടത്? എ പ്ലസ് ബി ദി ഓൾ ക്യൂബിന്റെ ഐഡന്റിറ്റി നമുക്ക് അറിയാവുന്നതല്ലേ. അപ്പം അത് വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു. അതിനുശേഷം എ പ്ലസ് ഐ ബി ഫോമിലേക്ക് എക്സ്പ്രസ് ചെയ്യുന്നു. z is equal to 1/3 പ്ലസ് 3i ഓൾ ക്യൂബ്. അപ്പം എ പ്ലസ് ബി ദി ഓൾ ക്യൂബ് എന്താണ്? a plus b the all cube is equal to a cube plus 3a square b plus 3ab square plus b cube. ഈ ഐഡന്റിറ്റി ആണല്ലോ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് എ ക്യൂ വരെ 1/3. ദാറ്റ് ഈസ് 1/3 ദി ഓൾ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു 1/3 ദി ഓൾ സ്ക്വയർ ഇൻറ്റു 3i പ്ലസ് 3 ഇൻറ്റു 1/3 ഇൻറ്റു 3i ദി all square plus 3i all cube. a plus b the all cube expansion നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, എക്സ്പാൻഡ് ചെയ്തു. then 1/3 all cube that is 1/27 plus ഇവിടെ 1/3 all square ആണ്. 3 square is 9. 9ഉം 3ഉം 3 ആയിട്ട് ക്യാൻസൽ ആയി പോകുന്നു. that is i വരും വാല്യൂ പ്ലസ് 3 ഇൻറ്റു 1/3 ഇൻറ്റു 3i all square. 3i all square എന്ന് പറയുമ്പോഴത്തേനും that is 3 square is 9. 9 3 ക്യാൻസൽ ആയി പോകുന്നു. അഗൈൻ 3 into 3 9 വരും. 9i സ്ക്വയർ പ്ലസ് 3 ക്യൂബ് ഈസ് 27 i ക്യൂബ്. ദാറ്റ്സ് ഈക്വൽ ടു 1/27 പ്ലസ് i പ്ലസ് 9i സ്ക്വയർ. ഐ സ്ക്വയറിന്റെ വാല്യൂ എന്താ? -1 ആണ്. ദാറ്റ് ഈസ് 9 ഇൻറ്റു -1 പ്ലസ് 27 i ക്യൂബ്. ഐ ക്യൂബ് എന്ന് പറയുമ്പോൾ ഐ സ്ക്വയർ എന്താണ്? -1 ആണ്. അപ്പോൾ -1 ഇൻറ്റു ഐ ആണ് എന്ത്? ഐ ക്യൂബ് എന്ന് പറയുന്നത്. അപ്പം -1 ഇൻറ്റു ഐ ദാറ്റ് ഈസ് -i ദാറ്റ്സ് ഈക്വൽ ടു റിയൽ പാർട്ട് വരുന്ന ഏതൊക്കെയാണ്? 1/27 ദെൻ -9 ദെൻ പ്ലസ് ഐ ഇൻറ്റു ഐ ഇമാജിനറി പാർട്ട് പറഞ്ഞാൽ ഐ ഇവിടെ വരുന്നുണ്ട്, -27 ഉണ്ട്. അപ്പോൾ 1 - 27 ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. then we get 1 minus 243 divided by 27 plus I into minus 26. That's equal to minus 242 divided by 27 minus 26i. That is minus 242 divided by 27 minus 26i. അപ്പോൾ നമുക്ക് a plus ib ഫോമിലേക്ക് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ എന്താണ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, മൈനസ് ഓഫ് ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ഓഫ് 242 by 27 plus 26i എന്നും എഴുതാം. ഹിയർ z is equal to 1/3 plus 3i all cube ആണ്. അപ്പോൾ എന്താണ് ഓൾ ക്യൂബ് ആണെങ്കിൽ a plus b the all cubeന്റെ എക്സ്പാൻഷൻ ആദ്യം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ ചെയ്തിരിക്കുന്ന ക്യൂബ് എല്ലാം വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകുന്നു. ഐ സ്ക്വയറിന്റെ വാല്യൂ -1 ആണെന്ന് അറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അഗൈൻ 27 ഐ ക്യൂബ് ദാറ്റ് ഈസ് -i ആണ് ഐ ക്യൂബ് എന്ന് പറയുന്ന വാല്യൂ വരുന്നത്. റീഅറേഞ്ച് ചെയ്യുന്നു. -242 എങ്ങനെയാണ് വന്നിരുന്നത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു.
ടേമുകൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് റിസൾട്ട് കിട്ടുന്നതാണ് -242/27 -26i എന്നുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 10 -2 -1/3i all cube. അപ്പോൾ ഈ ക്വസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, a plus ib ഫോമിലേക്കാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഹിയർ z is equal to -2 -1/3i all cube. ഇപ്പോൾ രണ്ട് ടൈമിൽ മൈനസ് ഉണ്ട്, മൈനസിനെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. -2 + 1/3i all cube. നോക്കിക്കേ, ബ്രാക്കറ്റിനുള്ളിൽ വന്നിരിക്കുന്നത് a plus b all cube ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഐഡന്റിറ്റി നമുക്ക് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് -2 cube a cube 2 cube വരും, 2 cube plus 3 into 2 square into 1/3i plus 2 into 3 into 2 into 1/3i all square plus 1/3i all cube. നമ്മൾ ഐഡന്റിറ്റി എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തു, ഐഡന്റിറ്റി യൂസ് ചെയ്തു. ദാറ്റ് ഈസ് 2 cube plus 3 into 2 square into 1/3i plus 3 into 2 into 1/3i all square plus 1/3i all cube. That is 2 cube is 8 plus 3 into 3 in 3 cancel ആവുന്നു. That is 2 square is 4i plus 3 into 2 into 1/3i square ആണ്. i square എന്താണ്, -1 ആണ്. 3 square is 9. 3 in 3 cancel ആവുന്നു. Then we get 2 into 1/3i square plus 1/27i cube. That's equal to minus of 8 plus 4i plus 2/3i square. That is -1 plus 1/27. i cube ആണ് വന്നിരിക്കുന്നത്. i cube-ന്റെ വാല്യൂ എന്താണ്, -i ആണ്. i square is -1 -1 into i, that is -i into -i. Then ഇനി നമുക്ക് ടേമുകൾ ആഡ് ചെയ്യാം. -8 വരുന്നുണ്ട് ഇവിടെ. Then ഈ ടേം വരുന്നത് -2/3 ആണ്. റിയൽ പാർട്ടുകൾ ആഡ് ചെയ്യുവാണ്. ദാറ്റ് ഈസ് -2/3 വരും പ്ലസ് i ഇൻറ്റു ഈ ടൈമിൽ 4i ഇവിടെ വരുന്നുണ്ട്. ഇവിടെ 1/27 ഇൻറ്റു -i, ദാറ്റ് ഈസ് -1/27i ആണ്. അപ്പം i ഇൻറ്റു 4 -1/27. ദാറ്റ്സ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 24 -2/3 പ്ലസ് i ഇൻറ്റു 108 -1 divided by 27. That is 22/3 plus i into 107/27. മൈനസ് വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ഓഫ് 22/3 പ്ലസ് i into 107/27. That is -22/3 minus i into 107/27. അപ്പോൾ a plus ib ഫോമിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ മൈനസ് വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് -22/3 minus i 107/27. That is z is equal to -2 -1/3i all cube ആയിരുന്നു തന്നിരുന്ന ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ മൈനസിനെ നമ്മൾ ഔട്ട് സൈഡ് എടുത്തു. ദാറ്റ് ഈസ് മൈനസ് ഓഫ് എന്ന് എഴുതി. മൈനസ് ഓഫ് ഓൾ റേസ് ടു 3 ക്യൂബ് ആണ്. a plus b ഓൾ ക്യൂബിന്റെ എക്സ്പാൻഷൻ നമ്മൾ കൊടുത്തു. അവിടെ റീഅറേഞ്ച് ചെയ്തു. ക്യൂബിന്റെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. i സ്ക്വയറിന്റെ വാല്യൂ കൊടുത്തു. ദെൻ റീഅറേഞ്ച് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് -22/3 -107/27i. Question number 11. Find the multiplicative inverse of the complex number 4 - 3i. അപ്പോൾ നമുക്ക് കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്. അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹിയർ z is equal to 4 - 3i. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് z ഇൻവേഴ്സ്. z ഇൻവേഴ്സ് is equal to 1/z. 1/z ആകുമ്പോൾ വാല്യൂ എങ്ങനെയായിരിക്കും? z is equal to 4 - 3i ആണ്. ദാറ്റ് ഈസ് 1 divided by 4 - 3i. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് z ഇൻവേഴ്സ് എഴുതി 1/4 - 3i ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് 4 - 3iയുടെ കോൺജുഗേറ്റ്. ദാറ്റ് ഈസ് കോൺജുഗേറ്റ് ഓഫ് 4 - 3i ഈസ് 4 + 3i. 4 + 3i ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ്
4 plus 3i. ഇവിടെ അതുപോലെ തന്നെ 4 minus 3i into 4 plus 3i. Then ഡിനോമിനേറ്റർ നോക്കിക്കേ, a plus b into a minus b ഫോമിലാണ് അല്ലേ? a plus b into a minus b ഫോമിലാണ്. അതിന്റെ അതെന്തിന്റെ എക്സ്പാൻഷൻ ആണ്? a സ്ക്വയർ മൈനസ് b സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ്. That implies 4 minus 1 into 4 plus 3i, that is 4 plus 3i divided by, we can write 4 square, that is 4 square is 4 square minus 3i the whole square. That's equal to 4 plus 3i divided by 4 square is 16. 16 minus 3i square. 3 square is 9. I square ന്റെ വാല്യൂ എന്താണ്? -1 ആണ്. മൈനസ് ഓഫ് മൈനസ് എന്ത് വരും? +1. That is 16 plus 9. That's equal to 25. 4 plus 3i divided by 25. Then real part and imaginary part split ചെയ്തെഴുതുക. That is 4 by 25 plus 3 by 25i. a plus b, a plus ib ഫോമിലാണ് നമ്മൾ ഇതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ് തന്നിരിക്കുന്ന ക്വസ്റ്റിന്റെ? 4 by 25 plus 3 by 25i എന്നുള്ളതാണ്. That is z is equal to 4 minus 3i. അതായിരുന്നു കോംപ്ലക്സ് നമ്പർ തന്നിരിക്കുന്ന മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ z ഇൻവേഴ്സ് എഴുതി. z ഇൻവേഴ്സിന്റെ വാല്യൂ 1 by 4 minus 3i ആണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 4 minus 3iനെ നമുക്ക് a plus ib ഫോം, അതല്ല കോംപ്ലക്സ് നമ്പറിന്റെ ഫോം. അപ്പോൾ അതിനെ നമ്മൾ റീറൈറ്റ് ചെയ്ത് എഴുതണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിനോമിനേറ്ററിന്റെ എന്താണ് ആ കോംപ്ലക്സ് നമ്പർ കിടക്കുന്നത്, ആ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. ദെൻ ഇവിടെ ഐഡന്റിറ്റി യൂസ് ചെയ്തു. a സ്ക്വയർ മൈനസ് b സ്ക്വയർ ഐഡന്റിറ്റി യൂസ് ചെയ്തു. We get 4 by 25 plus I into 3 by 25. Question number 12. Find the multiplicative inverse of the complex number root 5 plus 3i. അപ്പോൾ കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. Given that z is equal to, കോംപ്ലക്സ് നമ്പർ തന്നിരിക്കുന്നത് root 5 plus 3i ആണ്. Then multiplicative inverse is denoted by z inverse is equal to 1 by z, that's equal to 1 divided by root 5 plus 3i. അപ്പോൾ 1 divided by root 5 plus 3i ആണ് കിട്ടിയേക്കണേ. അപ്പോൾ ഈ ആൻസറിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ a plus ib ഫോമിലേക്ക്, കോംപ്ലക്സ് നമ്പറിന്റെ ഫോമിലേക്ക് നമുക്ക് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോൺജുഗേറ്റ്, ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് എടുത്ത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ദാറ്റ് ഈസ് 1 divided by root 5 plus 3i. കോൺജുഗേറ്റ് ഈസ് root 5 minus 3i. root 5 minus 3i ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേപോലെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഡിനോമിനേറ്റർ നോക്കിക്കേ, a plus b into a minus b ഫോമിലാണ്. ദെൻ വി ക്യാൻ റൈറ്റ് 1 into root 5. root 5 minus 3i is root 5 minus 3i divided by a plus b into a minus b. That is a square minus b square ആണ്. root 5 the all square minus 3i all square. That's equal to root 5 minus 3i divided by root 5 the whole square എന്ന് പറയുമ്പോൾ 5 വരും അല്ലേ? 5 minus 3i the whole square. i സ്ക്വയറിന്റെ വാല്യൂ എന്താണ്? i സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് i സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. -1 into മൈനസ് എന്ന് പറയുന്നത് പ്ലസ് വരും. 3 സ്ക്വയർ ഈസ് 9. That is 5 plus 9. That's equal to root 5 minus 3i divided by 5 plus 9, that is 14. Then root 5 by 14 minus 3 by 14i. a plus ib ഫോമിൽ എക്സ്പ്രസ് ചെയ്തു. ദാറ്റ് ഈസ് root 5 by 14 minus 3 by 14i. അപ്പോൾ എന്താണ് നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് root 5 by 14 minus 3 by 14i എന്നുള്ളതാണ്. ദാറ്റ് ഈസ് z is equal to root 5 plus 3i. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, z ഇൻവേഴ്സ് കണ്ടുപിടിച്ചു. z ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 by z ആണ്. ദെൻ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു, റീഅറേഞ്ച് ചെയ്തു, ഐഡന്റിറ്റി യൂസ് ചെയ്തു. ദെൻ വി ഗെറ്റ് root 5 by 14 minus I 3 by 14. Question number 13. Find the multiplicative inverse of the complex number minus I. അപ്പോൾ മൈനസ് ഐ എന്ന് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിന്റെ എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. z is equal to, കോംപ്ലക്സ് നമ്പർ തന്നിരിക്കുന്ന -i ആണ്. ദെൻ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? z ഇൻവേഴ്സ് അല്ലേ? z ഇൻവേഴ്സ് is equal to 1 by z, that's equal to 1 divided by -i. ദെൻ -iയുടെ കോൺജുഗേറ്റ് എന്താണ്?
ഐ ആണല്ലേ, പ്ലസ് ഐ ആണ്. ദാറ്റ് ഈസ് 1/-i ഇൻറ്റു ഐ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരുപോലെ മൾട്ടിപ്ലൈ ചെയ്തു. ഹിയർ ന്യൂമറേറ്റർ ഈസ് ഐ ഡിവൈഡഡ് ബൈ മൈനസ് ഐ ഇൻറ്റു ഐ, ദാറ്റ് ഈസ് ഐ സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു ഐ സ്ക്വയറിന്റെ വാല്യൂ എന്താണ്? -1 ആണ്. ദാറ്റ് ഈസ് ഐ ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് -1. ഐ സ്ക്വയർ ഈസ് -1, ദാറ്റ് ഈസ് മൈനസ് ഓഫ് -1 കിട്ടി. ദാറ്റ് ഈസ് ഐ ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് -1 എന്താണ്? +1 ആണ്. ദാറ്റ് ഈസ് കോംപ്ലക്സ് നമ്പറിന്റെ -i എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഐ ആയിട്ട് കിട്ടി. ദാറ്റ് ഈസ് z is equal to -i, then multiplicative inverse is z inverse is equal to i. Question number 14, expressed in the form a plus ib. Here 3 plus I root 5 into 3 minus I root 5 divided by root 3 plus root 2i minus root 3 minus root 2i. നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് a plus ib ഫോമിലേക്കും റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ആയിട്ട് ഉള്ള രീതിയിലേക്ക് എഴുതണം. a plus ib ഫോമിലേക്കാണ് എഴുതേണ്ടത്. z is equal to 3 plus I root 5 into 3 minus I root 5 divided by root 3 plus root 2i minus root 3 minus root 2i. അപ്പോൾ ന്യൂമറേറ്റർ നോക്കിക്കേ, a plus b into a minus b എന്നുള്ള ഫോമിലല്ലേ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാലോ. ദാറ്റ് ഈസ് എ എന്ന് പറയുന്ന വാല്യൂ ഇവിടെ വന്നെ 3 ആണ്. ദാറ്റ് ഈസ് 3 സ്ക്വയർ മൈനസ് ബിയുടെ വാല്യൂ I root 5 ആണ്. ദാറ്റ് ഈസ് I root 5 the whole square. Then whole divided by denominator എന്ത് വരും? root 3 plus root 2i minus root 3 minus root 2i. അപ്പോൾ ഡിനോമിനേറ്റർ മൈനസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? റിയൽ പാർട്ടുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ കുറച്ച് എഴുതിയാൽ മതി. ദാറ്റ് ഈസ് 3 സ്ക്വയർ ഈസ് 9 മൈനസ് I root 5 the whole square. root 5ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 ആണ്. ഐ സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? -1 ആണ്. ദാറ്റ് ഈസ് മൈനസ് ഓഫ് മൈനസ് പ്ലസ് വരും 5 ഡിവൈഡഡ് ബൈ നോക്കിക്കേ root 3 മൈനസ് root 3. അപ്പോൾ തമ്മിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ root 3 മൈനസ് root 3 റിയൽ പാർട്ടുകൾ ആഡ് ചെയ്തു. ദെൻ അതുപോലെ തന്നെ അടുത്ത ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ ചെയ്യുമ്പോഴത്തേനും ദാറ്റ് ഈസ് I ഇൻറ്റു root 2 മൈനസ് ഓഫ് മൈനസ് ദാറ്റ് ഈസ് പ്ലസ് root 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 14 divided by root 3 minus root 3, that is 0 plus I root 2 plus root 2, that is root 2 plus root 2 is 2 root 2 root 2 I. Then we get 14 by 2 root 2 I എന്ന് കിട്ടി. 14 ഉം 2 ക്യാൻസൽ ആയി 7 by root 2 I എന്നായി മാറി. അപ്പോഴും നമുക്ക് എന്താണ് a plus ib ഫോമിലേക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റുന്നില്ല അല്ലേ. ഇതിലൊരു റിയൽ പാർട്ട് മാത്രമായിട്ട് ഇമാജിനറി പാർട്ടായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 7 by root 2 i നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ചെയ്യുന്നു. root 2 i വെച്ച് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ദാറ്റ് ഈസ് 7 root 2 i ഡിവൈഡഡ് ബൈ root 2 into root 2, that is 2 into I square. I squareന്റെ വാല്യൂ -1 വരും. That's equal to 7 root 2 I divided by -2. That is 0 minus I 7 root 2 by 2. നമുക്ക് ഇതിലെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ദാറ്റ് ഈസ് a plus ib ഫോമിലേക്ക് കിട്ടി. അപ്പോൾ 0 minus I 7 root 2 by 2 എന്നുള്ള രീതിയിൽ എഴുതണം. കാരണം a plus ib ഫോമിലാണ് എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് z is equal to തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കോംപ്ലക്സ് നമ്പർ എടുത്ത് എഴുതി. ദെൻ ന്യൂമറേറ്റർ എന്താണ്? a plus b into a minus b ആണ്. a square minus b square ഫോമാറ്റിൽ എഴുതി. ദെൻ ഡിനോമിനേറ്റർ സബ്ട്രാക്ട് ചെയ്തു. കോംപ്ലക്സ് നമ്പേഴ്സ് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് വി ഗെറ്റ് 9 plus 5 divided by 2 root 2 I, that's equal to 14 divided by 2 root 2 I. Then we get 7 by root 2 I. അപ്പോൾ 7 by root 2 I നമുക്ക് a plus ib ഫോമിലേക്കാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് എന്താ ചെയ്തത്? root 2 I വെച്ച് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. Then we get 7 into root 2 I divided by root 2 I into root 2 I. root 2 into root 2, that is 2 വരും. 2 I square. I squareന്റെ വാല്യൂ -2 ആണ്. 7 root 2 I divided by -2. Then that is a plus ib ഫോമിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. സോ 0 minus I 7 root 2 by 2 എന്ന് എഴുതി റിസൾട്ട്.